ഇപ്പൊ മമ്മൂക്ക സൂചിപ്പിച്ച പോലെ തന്നെ മമ്മൂക്ക 28 ബിരിയാണിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെയും ഒപ്പം തന്നെ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെയും അങ്ങനെ എത്രയെത്ര ബിരിയാണി രുചികളാണ് ഹരീഷ് ഓരോ ദിവസവും അറിഞ്ഞതെന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം ആ ബിരിയാണി രുചികളുടെ വൈവിധ്യത്തിനപ്പുറത്തേക്ക് സമ്മാനത്തിന്റെ സന്തോഷവുമുണ്ട്. ഒപ്പം തന്നെ മമ്മൂക്ക എത്തിയാണ് വിജയ്ക്ക് ആ കിരീടധാരണം നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലെ? അക്ഷയ, അക്ഷരാർത്ഥത്തിൽ അതിഗംഭീരം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിഗംഭീരം. എന്തായാലും ഈ 14 ജില്ലകളിൽ നിന്നുള്ള പല വീട്ടമ്മമാർന്ന് പങ്കെടുത്ത പരിപാടി, 28 പേർ പങ്കെടുത്ത പരിപാടി, അതിൽ കപ്പ് തൂക്കിയിരിക്കുന്നു. ആര് തൂക്കി? കാർത്തിക, കണ്ണൂരാണ് തൂക്കിയിട്ടുള്ളത്. ഫസ്റ്റ് അടിച്ചിരിക്കുന്നു 5 ലക്ഷം. 5 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുള്ളത് 2 സമ്മാനം കൊല്ലം. ആൻസി ചേച്ചിയാണ് 2ാം സമ്മാനം. തൂക്കിയിരിക്കുന്നത് എത്ര? 2 ലക്ഷം. മൂന്നാം സമ്മാനം 1 ലക്ഷം. കോഴിക്കോടിന് 1 ലക്ഷം. അതായത് 1ാം സമ്മാനവും 3ാം സമ്മാനവും മലബാറിന്, 2ാം സമ്മാനം തെക്കൻ കേരളത്തിന്. അങ്ങനെയാണ് അവാർഡ്. അതിനപ്പുറം ഇനി പറയാനുള്ളത്, ഇനി ഇപ്പോൾ നടക്കുന്ന ഇവൻ്റാണ്. വല്ലാത്തൊരു ഇവൻ്റായിട്ട് ഒന്നും പറയാനില്ല. കാരണം മണം കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. ഷാവുൽക്ക ഉണ്ടാക്കിയ, നമ്മുടെ ഇവന്റ് കമ്പനിയായ ഷാവുൽക്ക ഉണ്ടാക്കിയ നിരവധി 8 തരം ബിരിയാണികൾ. 7 തരം ബിരിയാണികൾ. മട്ടൺ, ചിക്കൻ, ബീഫ്, പ്രോൺസ്, ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയക്കൂറ, അത് കൂടാതെ മഷ്റൂം ഉണ്ട്, എഗ് ഉണ്ട്. ടോട്ടൽ 7 ടൈപ്പ് ഓഫ് ബിരിയാണികളാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ജനസാഗരം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷണിക്കപ്പെട്ട 1500ഓളം അധികൃതർ എത്തിയ പരിപാടി അവരെല്ലാം തന്നെ, അതായത് 28 പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടായിരുന്നത് ഗ്രാൻഡ് ഫിനാലയിൽ. അതിൽ നിന്ന് പങ്കെടുത്ത അവരുടെ കുടുംബമാണ് അധിക പേര്. പിന്നെ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റു സ്റ്റാഫുകളെല്ലാം പങ്കെടുക്കുന്ന 1500 പേർ മൊത്തമായി പങ്കെടുക്കുന്ന പരിപാടി. ഇതിൻ്റെ ബിരിയാണി കഴിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ആ സമയത്തിന് 8:30 മണിക്ക് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞ് ലൈവ് വിളിച്ചേക്കുന്നത് വല്ലാത്ത ക്രൂരത. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു പറ ചെമ്പേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 8:30 ഏതെങ്കിലും ഒരു ബിരിയാണിയെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു. കാരണം വെറൈറ്റി അല്ലേ. 5-6 ഷാവുൽഖാന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ബേസിക്കലി അവർ മലബാർ ടീമാണ്, തലശ്ശേരി ഭാഗത്തുള്ള ടീമാണ്. അവർ കേരളം ഒട്ടാകെ, അവർ ഇന്ത്യ ഒട്ടാകെ പലയിടങ്ങളുമായി തന്നെ അവർ കുക്കിംഗ് സർവീസ് നടത്തുന്ന ടീമാണ്. അപ്പോൾ അവരുണ്ടാക്കിയ 7 തരം ബിരിയാണി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ഇവന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടന്ന KB കൂടെ സമാപനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ കിട്ടിയിരിക്കുന്നത് 1ാം സമ്മാനം കണ്ണൂരിൽ നിന്നുള്ള ചേച്ചിക്കാണ്, 2ാം സമ്മാനം കൊല്ലം, 3ാം സമ്മാനം കോഴിക്കോട്. കണ്ണൂർ ബിരിയാണി ഉണ്ട്, മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ബിരിയാണി ഉണ്ട്, കൊല്ലത്തും ബിരിയാണി ഉണ്ട്. അവർ ഉണ്ടാക്കിയത് അതേ ബിരിയാണികൾ തന്നെയാണോ? നമ്മൾ പൊതുവെ ആ പേരിട്ട് വിളിക്കുന്ന ബിരിയാണിയാണോ അതോ വെറൈറ്റി ആയിരുന്നോ? അല്ല അക്ഷയ, ഭയങ്കരമായൊരു ചോദ്യമായി പോയി. കാരണം ഈ 3 ബിരിയാണി ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവർ ജില്ലാ തലത്തിൽ മത്സരിക്കുമ്പോൾ ഇവരെ 3 പേരെ ഭക്ഷണം ഞാൻ കഴിച്ചിരുന്നു അന്ന് തന്നെ. കാരണം ഇതിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഇഞ്ചോട് ഇഞ്ചായിരുന്നു. കാരണം ജില്ലാ തലത്തിൽ നോക്കുമ്പോൾ തന്നെ എല്ലാവരും നല്ല കടുത്ത മത്സരം കാഴ്ചവെച്ച ആൾക്കാർ, അതിൽ 1ഉം 2ഉം കിട്ടിയ ആൾക്കാരാണ് സ്റ്റേറ്റ് വൈഡ് വരുന്നത്. പിന്നെ അതിൽ അപ്പോൾ എന്താ പറയുക, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മടമടാ തിന്നാന്നല്ലാതെ നമ്മളെ കൂടെ ഒന്നും പറ്റില്ല. ഈ ജഡ്ജസ് നേരത്തെ നമ്മൾ ചോദിക്കുന്ന സമയത്തെ ജഡ്ജ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ടഫായിരുന്നു എന്നാണ് പറയുന്നത്. ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് 1ഉം 2ഉം സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ 1, 2, 3 സ്ഥാനങ്ങൾ തന്നെ അവർ നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും വിന്നേഴ്സ് ആണ് അല്ലേ. എല്ലാവരുടെ ബിരിയാണിയും സൂപ്പർ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും എല്ലാ ബിരിയാണിയും സംഭവം എന്തായാലും കിഡിലനാണ്. മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ചേർന്ന് നിരവധി അമ്മമാർക്ക്, അതായത് വീട്ടമ്മമാർക്ക് ഇങ്ങനെ അവസരം നൽകുന്നു. പലരും ഈവന്റിൽ പങ്കെടുത്ത ആൾക്കാരാണ്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ജീവിതത്തിൽ ഉൾവലിഞ്ഞു പോയ നിരവധി പേര് വന്നിട്ടുണ്ട്. സാധാരണ വീട്ടമ്മമാർ വന്നിട്ടുണ്ട്, അംഗനവാടി ടീച്ചർമാർ വന്നിട്ടുണ്ട്, ഡോക്ടർമാർ വന്നിട്ടുണ്ട്, പല ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് പൂർണ്ണമായി തന്നെ ഒരു വിജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് എല്ലാ തലത്തിലും ഒരു തരത്തിലും കുറ്റം പറയാനില്ല. ഇനി പറയാനുള്ളത്, കഴിയുന്ന വേഗം ലൈവ് നിർത്തി തന്നാൽ കുറച്ച് ബിരിയാണി കഴിക്കാമായിരുന്നു എന്നൊരു ആഗ്രഹമുണ്ട്. ശരി, എന്തായാലും നിങ്ങൾ ബിരിയാണി കഴിച്ചോളൂ. വിജയിച്ചവർ എന്താണ് പറയുന്നത് കേൾക്കാൻ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഇത്. ബിരിയാണി വെക്കാറുണ്ട് നന്നായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ചോദിക്കും ഇതിന്റെ രഹസ്യം എന്താ, റെസിപ്പി പറഞ്ഞുതരുമോ ചോദിക്കും. ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇല്ല, എനിക്കും പറഞ്ഞു തന്നില്ല. രഹസ്യം മാത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റോസ് ബ്രാൻഡ് അരിയാന്ന് മാത്രം. ഏതെങ്കിലും അതേപോലെ അതിനു വേണ്ടി ഞാൻ ഒത്തിരി പരിശ്രമിച്ചു. എന്ത് രസക്കൂട്ടെന്ന് ഞാൻ എന്റെ സ്വന്തം റെസിപ്പി അറിയില്ല. എന്റെ ഉമ്മിച്ചിയുടെ കൈപുണ്യം. കരഞ്ഞിട്ടൊന്നുമല്ല, സന്തോഷമല്ലേ. കോഴിക്കോട് തിരുവമ്പാടി.